ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. വനിതാ സംവരണ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ ഇന്നും തുടരും. ബില്ല് പാസാക്കുന്നതിനായി പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനമാണ് ചേരുന്നത്. ബിൽ അവതരണം ചരിത്ര നിമിഷമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ ബില്ലിന്മേലുള്ള ചർച്ചയിൽ വിശേഷിപ്പിച്ചു. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് 3 ബില്ലുകളാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മറുപടി നൽകും. രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. നോമിനേറ്റഡ് അംഗം ഹരിവംശിനെ രാജ്യസഭയുടെ ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കണമെന്ന പ്രമേയം കേന്ദ്രമന്ത്രി JP നഡ്ഡ അവതരിപ്പിക്കും. BJP MP എസ് ഫാങ്നൂൺ കൊന്യാക് പ്രമേയത്തെ പിന്തുണയ്ക്കും. ഇതുകൂടാതെ ഹരിവംശിന്റെ പേര് നിർദ്ദേശിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, ജയന്ത് ചൌധരി, BJP അധ്യക്ഷനും രാജ്യസഭാ എംപിയുമായ നിതിൻ നബിൻ, JDU MP സഞ്ജയ് കുമാർ ഝാ എന്നിവർ അവതരിപ്പിക്കുന്ന പ്രമേയങ്ങളും സഭാ നടപടികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ടെലിഫോണിൽ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം അടിയന്തരമായി പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത ഇരുവരും എടുത്തു പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പ്രചാരണം ഊർജിതം. ഇരു സംസ്ഥാനങ്ങളിലും ഈ മാസം 23-നാണ് വോട്ടെടുപ്പ്. 2 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിൽ ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളിലാണ് വിധിയെഴുതുന്നത്. 2ാം ഘട്ട പോളിംഗ് ഈ മാസം 29-ന് നടക്കും. വോട്ടർ പട്ടിക സംബന്ധിച്ച സുപ്രീം കോടതിയുടെ സമീപകാല ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ തടസ്സങ്ങളില്ലെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് കുമാർ അഗർവാൾ. നടപടിക്രമങ്ങൾ പൂർണ്ണമായും ഓൺലൈനായിട്ടായിരിക്കും നടക്കുകയെന്നും അവസാന നിമിഷം വരെ പൌരന്മാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. പശ്ചിമ ബംഗാളിൽ നേരത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആയിരക്കണക്കിന് വോട്ടർമാർക്ക് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അനുമതി നൽകിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഏപ്രിൽ 21, 27 തീയതികൾക്ക് മുൻപ് അപ്പലേറ്റ് ട്രൈബ്യൂണലുകൾ അപ്പീലുകൾ തീർപ്പാക്കുകയാണെങ്കിൽ ഇവർക്ക് വോട്ട് ചെയ്യാനാകും. സംസ്ഥാനത്ത് SIR-ന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് സ്പെഷ്യൽ ഇൻസെന്റീവായി 2000 രൂപ നൽകാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസ് അറിയിച്ചു. കേരളത്തിൽ തുക കുറച്ചാണ് അനുവദിച്ചതെന്ന പരാതികളെ തുടർന്നാണ് കമ്മീഷന്റെ വിശദീകരണം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഞായറാഴ്ച വരെ 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ താപനില 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത്. കൊല്ലം പുനലൂരിൽ ജോലിക്കിടെ KSEB ലൈൻമാന് സൂര്യാതപമേറ്റു. ആശുപത്രി ജംഗ്ഷന് സമീപം ഇലക്ട്രിക് ലൈൻ പരിശോധിക്കുന്നതിനിടെയാണ് കുണ്ടറ സ്വദേശി പത്മകുമാറിന് മുതുകത്തും കൈയിലും സൂര്യാതപമേറ്റത്. മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖറിന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. ഈ വർഷം അദ്ദേഹത്തിന്റെ 100ാം ജന്മവാർഷികത്തിന്റെ തുടക്കമാണെന്നും സമ്പന്നവും നീതിയുക്തവുമായ ഇന്ത്യയെക്കുറിച്ചുള്ള ചന്ദ്രശേഖറിന്റെ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കാനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ഉറപ്പിക്കാനുള്ള അവസരമാണിതെന്നും പ്രധാനമന്ത്രി അനുസ്മരിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാനത്തിനായി നയതന്ത്ര നീക്കങ്ങൾ ഊർജിതമായി തുടരുന്നു. ലെബനനിൽ ഇസ്രായേൽ 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള 2ാം റൌണ്ട് സമാധാന ചർച്ച ഉടൻ നടക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. വെടിനിർത്തൽ അംഗീകരിച്ചെങ്കിലും തെക്കൻ ലെബനനിൽ ഇസ്രായേൽ സൈന്യം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇസ്രായേൽ ലെബനൻ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് സ്വാഗതം ചെയ്തു. കരാർ സാധ്യമാക്കുന്നതിൽ അമേരിക്ക വഹിച്ച പങ്കിനെ അദ്ദേഹം പ്രശംസിച്ചു. എല്ലാ കക്ഷികളും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് സമാധാനത്തിനായി സഹകരിക്കണമെന്നും മേഖലയിൽ ശാശ്വതവും സമഗ്രവുമായ സമാധാനത്തിന് വെടിനിർത്തൽ വഴി തുറക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇറാനുമായുള്ള സമാധാന കരാറിനുള്ള നീക്കം അന്തിമഘട്ടത്തിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം കൈമാറാൻ ഇറാൻ സമ്മതിച്ചതായി വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ അദ്ദേഹം അവകാശപ്പെട്ടു. കരാർ ഒപ്പിടുന്നതിലൂടെ ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകാനും സ്വതന്ത്രമായ എണ്ണ വ്യാപാരം പുനഃസ്ഥാപിക്കാനും സാധിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതികൾക്ക് 20 വർഷത്തെ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. എന്നാൽ 5 വർഷത്തെ നിയന്ത്രണത്തിന് ഇറാൻ സമ്മതിച്ചതായാണ് റിപ്പോർട്ട്. രാജ്യത്ത് ആഭ്യന്തര യുദ്ധത്തിന് സമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഈ അവകാശവാദം തെറ്റാണെന്നും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള സമൂഹമാധ്യമ അക്കൌണ്ടുകളാണ് വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്നതെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.